പേര് അരവിന്ദ് അല്ലേ? അരവിന്ദിന് പേടി വല്ലതും ഉണ്ടോ? ഇല്ല. ആ, എന്തോ പേടി പോലെ തോന്നുന്നുണ്ട്. പെർഫോമൻസൊക്കെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം. ചിലപ്പോൾ പേടിയുണ്ടാവും വരാത്ത. കൂടുതൽ സ്ഥലങ്ങളിൽ പോയി പെർഫോം ചെയ്താലേ ഈ ഇൻഹിബിഷൻ മാറും. ഇതൊക്കെയോ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ അത് പുറത്തോട്ട് കൊണ്ടുവരാനുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. എങ്ങനെയുണ്ട് മടുപ്പാ, ഞാൻ വിട്ട് നീ ഇല്ല. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഓക്കെ ആണോന്ന് ചോദിച്ചാൽ പകുതി ഓക്കെ ആണ്, ബാക്കി പകുതി സ്ക്രിപ്റ്റ് കൊടുത്താലേ പറയാൻ പറ്റുള്ളൂ. അടിപൊളി. മറ്റേ ബാങ്ക് മോഷണമൊക്കെ ഉള്ള അത് തന്നെ, അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. പിന്നെ ഈ മാസം തന്നെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഈ മാറ്റം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വേഷമൊന്നും പോകത്തില്ലല്ലോ. അത് പ്രധാന ക്യാരക്ടറല്ലേ, അതും പോകില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നിന്നോട് മാത്രമേ ചാൻസ് ചോദിക്കാനായിട്ടായിരുന്നു. നീ പടം ചെയ്യണതിന് മുമ്പ് 1-2 സിനിമയൊക്കെ ചെയ്ത് സെറ്റായിട്ടിരിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം ഏതായാലും നടക്കുന്നു. നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തോ, എനിക്കറിയാലോ. ഞാൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ, എടാ ഒന്നും ആയിട്ടില്ല. എടാ സ്ക്രിപ്റ്റ് ഒക്കെ അല്ലേ പടം ഓണാവുള്ളൂ. പിന്നെ ബാക്കി ആക്ടേഴ്സിനൊക്കെ ഡേറ്റ് കിട്ടണ്ടേ. ഇതെല്ലാം കൂടെ സെറ്റായാലേ കാര്യം നടക്കുള്ളൂ. പിന്നെ നീ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയില്ല നിന്റെ കാര്യങ്ങളൊക്കെ. നിനക്കുള്ള എന്തായാലും ഉണ്ടോ? അത് മതി. അവന്മാരുടെ ഓഡീഷന് ഞാൻ പോയിട്ടുള്ളതാണ്. ഉടായ്പാണ് വെറുതെ. എടാ ഇവന്മാരൊരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ആളുകളെ രജിസ്റ്റർ നമ്പറും പിടിച്ച് ഇങ്ങനെ നിൽക്കും വെയിലത്ത്. അത് അവന്മാർ ഷൂട്ട് ചെയ്ത് അവന്മാരുടെ ഫേസ്ബുക്ക് പേജ് പക്കാ പ്രൊമോഷൻ. എടാ എന്തൊക്കെയുണ്ട്? കുഴപ്പമില്ല, നിനക്കോ? അങ്ങനെ പോകുന്നു. ഞാൻ ചുമ്മാ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ നിന്നെ ഓൺലൈൻ കണ്ട്, അത് ഞാൻ വിളിക്കാന്ന് ഓർത്ത്. നാട്ടിൽ വന്നപ്പോഴാണ് നിന്നെ കാണാനും പറ്റിയില്ലല്ലോ, നീ വലിയ തിരക്കല്ലേ. അന്നൊരു ഓഡീഷൻ ഉണ്ടായിരുന്നോ? പിന്നെ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകും? പണിയാടാ, കുറച്ച് നാളോടെ ഒന്ന് PR സെറ്റാക്കണം. നിന്റെ ഓഡീഷൻ പീരീഡിലൊക്കെ എന്തായി? വർക്ക് വല്ലതും വരുന്നുണ്ടോ? ശോകോടാ. എടാ ഞാനന്ന് വന്നപ്പോൾ നിന്റെ അമ്മയോട് സംസാരിച്ചായിരുന്നു. ഞാൻ നിന്നെ അഡ്വൈസ് ചെയ്യുമല്ല, നിർത്തണമെന്നുമല്ല. പക്ഷെ നീ ഒരു ജോലി സെറ്റാക്കുക ആദ്യം. അതാകുമ്പോൾ നിനക്ക് ആരെ ആശ്രയിക്കാതെ നിന്റെ ആക്ടിങ് പാഷന് മുന്നോട്ട് കൊണ്ടുപോകാം. വീട്ടിലും ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് അല്ലേ? രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണ പരിപാടി. എടാ അതല്ല, നീ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയ ആളല്ലേ. എന്നിട്ട് എന്തായി സിനിമയുടെ പറയാം? നിന്റെ ക്യാമറ ലെൻസൊക്കെ അവിടെ നിന്നെപ്പോലെ തുരുമ്പിക്കുമല്ലേ. എന്നിട്ട് അവനെ എന്നെ ഉപദേശിക്കാൻ വന്നു. നീ ആദ്യം രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി സക്സസ് ആയി കാണിക്കും. നിനക്കറിയാം അതിന് പറ്റത്തില്ല. കാരണം എന്നാ, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി സക്സസ് ആവാൻ ആർക്കും പറ്റത്തില്ല. അവൻ അറിയാവുന്ന പണിയിൽ എവിടെയെങ്കിലും എത്താൻ നോക്കാതെ കാനഡയിൽ പോയി PR നോക്കിക്കൊണ്ട് എന്നെ ഉപദേശിക്കുന്നു. നീ വെച്ചോ, വേറെ എന്തെങ്കിലും പറയണ്ട വിളി. ഓട്ടടാ, എനിക്ക് പറഞ്ഞ പണ്ടറിയാവുന്നല്ലേ, ഉപദേശിച്ച് കൊല്ലു. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ എടുത്തില്ല. നിനക്ക് എടുക്കാതെ മതിയായിരുന്നു. എനിക്കറിയാം അവൻ ഇത് പറയാനാണ് വിളിക്കുന്നത്. നീ അത് വിടും. നീ ഓർക്കണ്ട, പണ്ട് നമ്മുടെ ടീമിൽ എത്ര പേരുണ്ടായിരുന്നു? എഡിറ്റ് ചെയ്യാൻ ജോണി, ക്യാമറ ചെയ്യാൻ ജിഷ്ണു, അഭിനയിക്കാൻ ഞാൻ, എഴുതാനും ഡയറക്റ്റ് ചെയ്യാനും നീ. അപ്പം എല്ലാവരും പല വഴിക്ക്. പണ്ട് എന്നേക്കാൾ സിനിമാ പ്രാന്തുണ്ടായിരുന്നാണ് എന്നെ വിളിച്ച് ഉപദേശിച്ചു. നീ ഞാനിപ്പോഴും ഉണ്ടല്ലോ, അത് മതി. എടാ ആരൊക്കെ പോയിട്ട് നീ ഞാനിപ്പോൾ ഇതിനു വേണ്ടി നിൽക്കുന്നില്ലേ? ഇങ്ങനെ എന്നവരവിടേക്ക് എത്തിയിട്ടുള്ളൂ. നീ സങ്കടപ്പെടല്ലേ?